നിന്റെ വീട്ടിൽ അമ്മയും വന്നു വരും? ഉണ്ടോടാ നിന്റെ വീട്ടിൽ അമ്മയും വന്നു വരും? ഉണ്ടോ? ഉണ്ടോടാ? പറ്റി ഞാൻ ക്യാമറ കാണിക്കണോ? കാണിക്കണോ ക്യാമറയില്? നിനക്ക് എന്റെ അനിത്ര തുറന്നോടാ. വെള്ള കുപ്പായം വെള്ളം ഉടുപ്പിട്ടോണ്ട് വന്ന് ഇവിടെ കോപ്പറം കാണിക്കല്ലേ? കാണിക്കല്ലേടാ നീ? നിനക്ക് കാണോ? തെളിവെടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കണേ സംസാരിക്കുന്നത്. അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ. ഈ ബസ്, ട്രെയിന് തുടങ്ങിയ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ യാത്ര ചെയ്യവേ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഒരു തുടർ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. തന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ലൈംഗിക അതിക്രമണത്തിന് ഇരയാവാത്ത ഒരു സ്ത്രീ പോലും ഉണ്ടാവില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ ബന്ധു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ ബസ്സിലോ ട്രെയിനിലോ ജോലി സ്ഥലങ്ങളിലോ വെച്ചെല്ലാം പലപ്പോഴും സ്ത്രീകൾ ലൈംഗിക അതിക്രമണത്തിന് ഇരയാവാറുണ്ട്. ജാക്കി വെക്കുക എന്നുള്ളത് ഡബിൾ മീനിങ്ങിലൂടെ കുപ്രസിദ്ധി ആർജിച്ചത് പോലും ഇങ്ങനെ ബസ്സിലും ട്രെയിനിലും എല്ലാം സ്ത്രീകൾ ലൈംഗിക അതിക്രമണം ചെയ്യപ്പെട്ടതിലൂടെയാണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണാനിടയായി. ബസ്സിൽ വെച്ച് 2 പെൺകുട്ടികൾക്ക് ഒരു മധ്യവയസ്കനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടാവുകയും അവർ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. നമുക്ക് എന്തായാലും വീഡിയോയിൽ ചില ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. നമുക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. ഒരു പ്രായമായ ഒരാൾ എന്റെ അനിയത്തോട് മോശമായി പെരുമാറി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അയാൾ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം. ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല, നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് പോത്തേ ഉള്ളൂ. കാരണം പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും. അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം. അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. അപ്പം ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം. നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരുണ്ടോടാ? ഉണ്ടോടാ നിന്റെ വീട്ടിൽ അമ്മയും വന്നു വരും? ഉണ്ടോടാ നിന്റെ വീട്ടിൽ അമ്മയും വന്നു വരും? ഉണ്ടോടാ? പറ്റി ഞാൻ ക്യാമറ കാണിക്കണോ? കാണിക്കണോ ക്യാമറയില്? നിനക്ക് എന്റെ അനിത്ര തുറന്നോടാ. വെള്ള കുപ്പായം വെള്ളം ഉടുപ്പിട്ടോണ്ട് വന്ന് ഇവിടെ കോപ്പറം കാണിക്കല്ലേ? കാണിക്കല്ലേടാ നീ? നിനക്ക് കാണോ? തെളിവെടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കണേ സംസാരിക്കുന്നത്. അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ. ഇത്രയും കൊണ്ട് ഒതുക്കിക്കോ. ഞാൻ പറഞ്ഞേക്കാം, സൈക്കിളിൽ പരിധി കൊണ്ടാ. ഈ കേറ്റി എവിടെ കേട്ടു? നീ തുണി അടിച്ചറിഞ്ഞോ? നിനക്ക് അയച്ചിട്ട് നിനക്ക് ചേട്ടൻ പിന്നെ ഒരു ശ്രദ്ധിച്ചില്ലേ? ഞങ്ങളെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ? ഏത് പബ്ലിക് ഫോം ആയാലും കണ്ടല്ലോ, അയാൾ കൈമുട്ടുകൊണ്ട് പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം. ഇനി വേറെ എവിടെയെങ്കിലും ഇയാൾ തൊടാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. വീഡിയോയിൽ ഇത്ര മാത്രമേ കാണുന്നുള്ളൂ. ചിലപ്പം തൊടയിലെങ്ങാനും കയറി പിടിച്ചിട്ടുണ്ടാകും. എനിവേ, അയാൾക്ക് കൈ ഒതുക്കി വെച്ച് ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും അയാൾ ഇങ്ങനെ ചെയ്തെങ്കിൽ അത് കരുതികൂട്ടി ചെയ്താണെന്നുള്ളത് ഉറപ്പാണല്ലോ. അത് അയാൾ തന്നെ അവസാനം സമ്മതിക്കുന്നുമുണ്ട്. അതിലേക്ക് വരാം. എന്തായാലും ഈ പെൺകുട്ടിയുടെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചു. സ്വന്തം അനിയത്തിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ധൈര്യത്തോടെ പ്രതികരിച്ചല്ലോ. എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളന്നില്ല. പല ലൈംഗിക ആരോപണങ്ങളും ഉയർന്നു വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് ഇത്രയും കാലം മറച്ചു വെച്ചു എന്നൊക്കെ. എല്ലാവർക്കും സ്പോട്ടിൽ പ്രതികരിക്കാൻ കഴിയണമെന്നില്ല. ഇവിടെ അതിക്രമം നേരിട്ട് പെൺകുട്ടിയല്ല പ്രതികരിച്ചത്, അവളുടെ ചേച്ചിയാണ്. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ആ പെൺകുട്ടി അയാളുടെ മുഖത്തടിച്ചിട്ടും ഇത്രയും ബഹളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് പോലും ആ ബസ്സിലുള്ള ഒരാൾ പോലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല. തൊട്ടപ്പുറത്ത് ഇരിക്കുന്നവൻ പോലും തല തിരിച്ച് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു പറഞ്ഞു? കണ്ടക്ടർ പോലും ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. വീഡിയോന്റെ ബാക്കി ഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ഒരു മനുഷ്യൻ പോലും ഇടപെടുന്നില്ല. നമുക്ക് എന്തായാലും വീഡിയോന്റെ ബാക്കി ഭാഗം കണ്ടോക്കാം. ശരിക്കും നീ സംസാരിക്കാൻ പെണ്ണുങ്ങൾ വെറും ഊച്ചാലുകളായിപ്പോ കേട്ടോടാ. നീ എന്താ വിചാരിച്ചേ? വെറുതെ വീട്ടിൽ അഴിച്ചു വിട്ടേക്കുവാണെന്നോ? തന്റെ ഉണ്ടായിട്ടല്ലേ എഴുത്താലും പോണത്? സൈക്കിളിൽ പരിധിയുണ്ട്. കുറെ നേരെ കൈ മെത്തയാണോ വെക്കാനായിട്ട്? മെത്തയാണോ? നിന്റെ അമ്മയ്ക്കുണ്ടോ? മെത്തയുണ്ടോ നിന്റെ അമ്മയ്ക്ക്? അതിന്റെ ഭാര്യക്കുണ്ടല്ലോ. നീ ഉറക്കെ കെട്ടി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടാവും ചെന്ന്, അല്ലെങ്കിൽ മുടിപ്പിക്ക് ചെന്ന് മെത്ത. സൈക്കിളിൽ പരിധിയുണ്ട് മോനെ. അത് തള്ളയാലും തന്തയാണെങ്കിലും. എന്ന് സോറി കാണിക്കേണ്ട കാണിച്ചിട്ട് ചോറ് വയ്ക്കുന്നോ? വെട്ടിന് വന്ന കനാലുടെ വിട്ട് എറിയാണ് വേണ്ടത്. നീ കാണിക്കുന്ന പ്രവർത്തിക്ക് നിനക്കും ഉണ്ടാവില്ലേടാ. ഒരു കൊച്ചോ ഒരു മോനോ ഉണ്ടാവില്ലേ? നിന്നെ പോലെ ആവില്ലേടാ തലമുറയുടെ. അത് ആവില്ലേ? അത് എടാ നിന്നെയൊക്കെ വിശ്വസിക്കുന്ന പെണ്ണുങ്ങൾ എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുന്നത്? എങ്ങനെ പുറത്തിറങ്ങും? എന്തോ പ്ലീസ് പോയി ചാവണം. നീയൊക്കെ ഓരോ കാണുന്നില്ലടാ. ഒരു കുഞ്ഞുങ്ങളെ ഓരോ സ്ഥലത്തോട് പിച്ചിക്ക് കാണുന്നില്ലടാ. അപ്പൊ നീയൊക്കെ ഓരോ ചാറ്റ് നോക്കുമല്ലോ. എന്താ ഒരു പാർട്ടിക്കാർ മുമ്പ് നീ എങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ത് ചെറുക്കന്മാരാന്ന്, അല്ലെങ്കിൽ ഇവനെയൊക്കെ കൊന്നു കളയണോന്ന്. അവനവ തന്നാവണം. എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറിച്ച് പറയാൻ. സ്വന്തം വീട്ടിലെ പെണ്ണ് സുരക്ഷയാണെന്ന് നോക്കുന്നേ. എന്നിട്ട് കണ്ടവന്റെ പെണ്ണിനെ കയറി സഹിക്കുന്നൊരു പരിധിയുണ്ട് മോനെ. നീയൊക്കെ നീ കാണിക്കണം, നാളെ കാണിക്കും. അതെ, ഇവനക്ക് ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്യും. സവാദിനൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? ബസ്സിൽ വെച്ചൊരു പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് സ്വയംഭോഗം ചെയ്ത് പിടിക്കപ്പെട്ട സവാദിനെ അന്ന് സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പൂമാലയും ബൊക്കയും ഒക്കെ ഇട്ടിട്ടാണ് സവാദിനെ സ്വീകരിച്ച് അയച്ചത്. ആ പെൺകുട്ടി വെറുതെ വൈറലാവാൻ വേണ്ടി നുണ പറയുകയാണ് എന്നൊക്കെയായിരുന്നു അന്ന് സവാദിനെ പിന്തുണച്ച ആളുകൾ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഈ അടുത്ത് ബസ്സിൽ വെച്ച് വീണ്ടും സമാനമായ ലൈംഗിക വൈകൃതം കാണിക്കുന്നതിനിടെ സവാദിനെ വീണ്ടും പോലീസ് പൊക്കി. പണ്ട് അവനെ സ്വീകരിച്ച് അയച്ചവരെയും അവന് വേണ്ടി ജയ് വിളിച്ചവരെയും അപ്പം കണ്ടില്ല.
ഇപ്പോഴും രണ്ടാമത് സവാദിനെ പോലീസ് പൊക്കി വിവരം അറിയാത്തവരുണ്ട്. എനിവേ ഇപ്പൊ ഈ വിഷയത്തിൽ ഈ പെൺകുട്ടികളും വൈറലാവാൻ വേണ്ടി ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്. അത് ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി. ഞാൻ ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് ഒന്ന് വായിച്ചുതരാം. പണ്ട് KSRTC ബസ്സിൽ ഒരു പയ്യനെ ഇങ്ങനെ ഒരുത്തി പേടിപ്പിച്ചതാണ്. പിന്നാണ് അറിഞ്ഞത് അവളുടെ യൂട്യൂബ് ചാനലിൽ ഹൈപ്പ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഡ്രാമ ആണെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? സവാദിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ അവസ്ഥ. ഒരു പെൺകുട്ടി പ്രതികരിച്ചാൽ പറയും അവൾ വൈറലാകാൻ വേണ്ടിയാണെന്ന്. ഇനി സ്പോട്ടിൽ പ്രതികരിക്കാതെ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് തുറന്നു പറയുന്നതെങ്കിലോ അപ്പം പറയും അന്ന് അവൾ ഒന്നും മിണ്ടാതെ സുഖിച്ചിരുന്നിട്ട് ഇപ്പം വൈറലാകാൻ വേണ്ടി പ്രതികരിക്കുകയാണെന്ന്. പ്രതികരിച്ചാലും കുറ്റം, പ്രതികരിച്ചില്ലെങ്കിലും കുറ്റം. ഒരു കമന്റ് വായിച്ചാൽ ആ പെൺകുട്ടി നല്ല സഹകരണത്തിലായിരുന്നു. കാരണം അയാൾ തൊടുന്നത് മുഴുവൻ സമയം വീഡിയോ എടുക്കുന്നത് വരെ അവൾ അനങ്ങാതിരുന്ന് കൊടുത്തിട്ട് അയാളെ തല്ലുന്നതിൽ വലിയ കാര്യമില്ല ഊളകൾ. ഞാൻ പറഞ്ഞില്ല, ആ പെൺകുട്ടി നന്നായി സുഖിച്ച് സഹകരിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇയാൾ കമന്റിലൂടെ പറയുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ മാനസികാവസ്ഥ. ആക്ച്വലി ആ പെൺകുട്ടി കുറെ സമയം സഹിച്ച് പിടിച്ചു നിന്നു. തീരെ വയ്യാതായപ്പോഴാണ് ചേച്ചിയോട് പറഞ്ഞതും ചേച്ചി കയറി പ്രതികരിച്ചതും. സ്വന്തം വീട്ടിലെ സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഇവൻ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുമായിരിക്കും അല്ലെ? അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബസ്സിൽ പഴം വീങ്ങിയിരിക്കുന്ന ബാക്കി യാത്രക്കാരും കണ്ടക്ടറും സ്വന്തം വീട്ടിൽ ആർക്കെങ്കിലുമാണ് ഇതുപോലെ സംഭവിച്ചതെങ്കിൽ ഇതേപോലെ കൈയും കെട്ടിയിരിക്കുമായിരുന്നു. അയാൾ തെറ്റ് സമ്മതിച്ചിട്ട് പോലും ആരും ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. അയാൾ തെറ്റ് സമ്മതിക്കുന്ന ഭാഗം ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യിപ്പിക്കാം. ഒരു സോറി തീരില്ലടാ, ചെയ്തു വെച്ചത് ഒരു സോറി ഞാൻ പെരുമ്പാവൂർ സ്റ്റാൻഡ് ബസ് കയറിയില്ലേ അപ്പ തൊട്ട് തുടങ്ങിയതാ. സൈക്കിളിൽ ഞാൻ കുറെ കാര്യം തട്ടി മാറ്റി വേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഞാൻ വെറുതെയാണ്. എനിക്ക് ആ സമയത്ത് ലൈവ് ഇവിടെ നാട്ടിക്കാം ചെയ്യാത്തല്ലോ. എനിക്ക് അപ്പനില്ല. ചേട്ടൻ തെറ്റ് ചെയ്തോ ഇല്ലയോ? ചെയ്തോ ഇല്ലയോ? ചെയ്തില്ലെങ്കിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. തെറ്റ് ചെയ്തില്ല, സമ്മതിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. തെറ്റ് ചെയ്തോ ഇല്ലയോ? ചെയ്തില്ലേ? കൈ വെച്ചു എന്ന് പറയരുത്. ചേട്ടൻ എപ്പോഴും കൈ വെച്ചോണ്ട് ഇത്രയും നേരം ഇരുന്നോണ്ടിരുന്ന എന്നോട് പറയണം. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. മോളുടെ പ്രായമല്ലേ ഉള്ളൂ കേട്ടോ എനിക്ക്. ആ കുട്ടി ചോദിക്കുന്ന കേട്ടില്ലേ, മോളുടെ പ്രായമുള്ളൂ ചേട്ടാ എനിക്ക് എന്ന്. ഇങ്ങനെയുള്ള പോവട്ടുകൾക്ക് മോളും അമ്മയും പെങ്ങളൊക്കെ കണക്ക് തന്നെ. അവസരം കിട്ടിയാൽ ആരെയും വെറുതെ വിടില്ല. അയാളെ തെറ്റ് സംബന്ധിച്ച് എല്ലാവരും കണ്ടല്ലോ. എന്നിട്ട് പോലും ആ ബസ്സിലുള്ള ഒരാൾ പോലും എഴുന്നേറ്റ് വരികയോ ആ പെണ്ണിനോട് സഹായം വേണമെന്ന് ചോദിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ്. കൺമുന്നിൽ തെറ്റ് കണ്ടാൽ പോലും പ്രതികരിക്കാത്ത, പ്രതികരണ ശേഷി ഒട്ടുമില്ലാത്ത ഇങ്ങനെയുള്ള ആളുകളാണ്. ലൈംഗികാതിക്രമണത്തിന് ഇരയായി പേടിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നത്. എന്തായാലും ബാക്കി കൂടി കണ്ടതിന് ശേഷം നമുക്ക് നിർത്താം. ഞാൻ തൃശ്ശൂർ പോലീസാണ് വിളിക്കട്ടെ. നിനക്ക് ഞാൻ അധികാരം ഉണ്ടോ ഞാൻ കാണിച്ചു തരാം. നീ വെറുതെ കളിക്കല്ലേ മോനെ. കുഞ്ഞു കുട്ടികളാണെന്നും പറഞ്ഞ് തന്റെ ഇല്ലാന്ന് ചിന്തിക്കല്ലേ മോനെ. നിന്നെക്കാളും അപ്പുറം ഇടത്തിനെ കണ്ടിട്ട് ഇവിടെ എത്തിക്കണത് കേട്ടോ. 2 പിള്ളേരോട് വന്ന് നോർത്തുള്ള ആ പിള്ളേർ LKG അല്ലെങ്കിൽ 10ാം ക്ലാസ് നീ ചിന്തിക്കല്ലേ. 2 പിള്ളേർ അമ്മേ ഞാൻ 2 പെൺപിള്ളേർ എനിക്ക് നാളെ അവരെ വളർത്താനുള്ളൂ കേട്ടോ. കേട്ടിട്ടുണ്ടല്ലോ നീ ഇന്നെന്റെ അന്ന ഇന്നത്തെ ലൈഫിൽ ഒന്ന് കയറണേ. അല്ലെങ്കിൽ നീ എന്റെ ഗ്രൂപ്പിൽ ഒന്ന് കയറണേ. നിന്നേക്ക് ഞാൻ ഇന്നോട് കാണിക്കുന്നത് കള്ളം പറയണം. വെള്ള കുപ്പായം വെച്ചിട്ട് വന്നേക്കണം അവൻ. പൈസ ഒരാളും കൂടി തെണ്ടിയിട്ടില്ല. അങ്ങനെ മറ്റേ പണിക്ക് പോയിട്ടുണ്ടാക്കണം. അന്നെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ടടാ. നീ ഒന്ന് കുട്ടി നോക്കുക ചേട്ടാ. ഒന്നുകൂടെ കുട്ടിക്കോ 10 കൂടുതൽ വന്നാൽ മതി. ഒന്നല്ല തരണ്ട നിനക്ക്. എന്റെ അനീറ്റായിപ്പോൾ അവിടെ കളിക്കുന്നില്ല. ഞാൻ എന്റെ വേണ്ട നീ തൊട്ടേ മോനെ നീ ഇവിടെ അരച്ചാൽ തീർന്നാണ്. സത്യമായിട്ട് നിന്റെ ചവിട്ടി കുട്ടിയാൻ ഞാൻ വിളിക്കും. ഒരു പെണ്ണിനെ തൊടുന്ന രീതി അവർക്ക് മനസ്സിലാകും മോനെ കേട്ടോ. അത് പെണ്ണിന്റെ കഴിവാ. ഒരാൾ അവരുടെ മേലിടുമ്പോൾ ശരി തെറ്റാണോ ശരിയാണോ ഏത് പെണ്ണിന് തിരിച്ചറിയാൻ പറ്റും. എന്റെ പൊന്നൻ എന്റെ കൂടെ പറഞ്ഞപ്പോൾ നിന്റെ ഒരു തൊടലിന് മനസ്സിലായി നീ ചെയ്യണ തെറ്റാണ്. അവൾ ആദ്യമോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ നോക്ക്. അപ്പോൾ ചാലക്കുടി വരെ ഉണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്ന ആളാണ്. ചാലക്കുടിയിലിട്ടേക്കാൻ അവിടെ അവിടെ വരെ ഉണ്ട് എനിക്ക് സഹിക്കാൻ പറ്റടി തുടങ്ങുന്നു. തെണ്ടിത്തരം മുഴുവനെ കാണിച്ചു വെച്ചിട്ട് അവസാനം കൈ കൂപ്പിയിട്ടും സോറ് പറഞ്ഞിട്ടും എന്ത് കാര്യം? അയാളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം അയാളെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെയല്ല പ്രതികരിക്കുക. സീറ്റിൽ നിന്ന് എഴുന്നേൽക്കും, ശക്തമായി പ്രതികരിക്കും. മനസ്സിൽ കുറ്റബോധം ഉള്ളത് കൊണ്ടാണ് അയാൾ ഒന്നും മിണ്ടാതെ കൈ കൂപ്പിയിരിക്കുന്നത്. തുടക്കത്തിലുള്ള പെൺകുട്ടിയുടെ മൗനം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അസ്വസ്ഥയായ ആ സമയം അയാൾ നന്നായി മുതലാക്കി. എന്നിട്ടും ഒരുപാട് പേർ ഈ പെൺകുട്ടികളെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. പെൺകുട്ടികൾ ആ സീറ്റിൽ ഇരുന്നത് തൊട്ട് അവരുടെ വസ്ത്രധാരണ വരെ പലർക്കും പ്രശ്നമാണ്. 1-2 അമ്മനോട് ഞാൻ വായിച്ചുതരാം. എന്തിനാ ആണുങ്ങളുടെ ഇടയിൽ
കയറിയിരിക്കുന്നത് എത്രയോ കേസുകൾ ഇതുപോലെ കാണുന്നു. എന്നിട്ട് ആണുങ്ങളുടെ കൂടെ കയറിയിരിക്കുന്ന സഹോദരി സ്ത്രീകളുടെ കൂടെ ഇരുന്നു കൂടെ? ആണുങ്ങളുടെ ഇടയിൽ കയറി ഇരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? ഇതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ടേ എന്നൊക്കെയാണ് കമന്റ് മുതലാളി ചോദിക്കുന്നത്. കമന്റ് ഇട്ടവനൊരാണാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, തന്റെ അടുത്ത് ഏതെങ്കിലും പെണ്ണ് വന്നിരുന്നാൽ താൻ അങ്ങ് കയറി പീഡിപ്പിക്കോ? അല്ല, തന്റെ വർത്താനം കേട്ടതിനെ കൊണ്ട് ചോദിച്ചതാണ്. ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടാൽ ആ കൃത്യം ചെയ്ത ആളുടെ തെറ്റല്ല, ആ പീഡിപ്പിക്കപ്പെട്ട പെണ്ണിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. ഇവിടെ ഇയാൾ ആ 2 പെൺകുട്ടികളുടെ അടുത്ത് പോയി ഇരുന്നതാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്താ അയാൾക്ക് വേറെ എവിടെയെങ്കിലും പോയി ഇരുന്നൂടായിരുന്നു? അതെന്താ ആരും ചോദിക്കാത്തത്? അയാൾ വന്നിരുന്നു എന്ന് വിചാരിച്ച് ആ 2 പെൺകുട്ടികളും മാറി പോകണമായിരുന്നു. എന്തെല്ലാം തരം ആളുകളാണെന്ന് നോക്കി. ഇവരോടൊക്കെ എന്താ പറയാ? ഇനിയുമുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ. എല്ലാം കൂടി ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, അത് മതി. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണും.